ഹോർമുസ് കടലിടുക്കിലെ സ്ഥിതി തുടർന്നാൽ ലോകരാജ്യങ്ങളിലെ വിപണികളിൽ ദുരന്തം കാണേണ്ടിവരുമെന്ന് ആഗോള എണ്ണ ഭീമനായ സൗദി അരാംകോയുടെ മുന്നറിയിപ്പ്. ഹോർമുസ് വഴി കയറ്റുമതി നിലച്ചതോടെ കരുതൽ ശേഖരത്തിൽ നിന്നും ക്രൂഡ് ഓയിൽ എടുക്കാൻ ആഗോള ഊർജ്ജ ഏജൻസി തീരുമാനിച്ചു. ഇത് 2 ആഴ്ചത്തേക്കുള്ള താൽക്കാലിക പരിഹാരമേ ആവുകയുള്ളൂവെന്നാണ് വിലയിരുത്തൽ. കടലിൽ ഇറാൻ ബോംബുകൾ സ്ഥാപിച്ചെന്ന റിപ്പോർട്ട് കൂടി പുറത്തുവന്നതോടെ ഷിപ്പിംഗ് ലൈനുകൾ സർവീസ് പുനരാരംഭിച്ചിട്ടില്ല. ലോകത്തെ വിപണികളെ പിടിച്ചുകുലുക്കുകയാണ് ഹോർമുസ് കടലിടുക്ക്. UAE, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ എന്നിവർക്ക് കടലിലേക്കുള്ള ഏക വഴിയാണിത്. സൗദിക്ക് ചെങ്കടൽ ബദൽ മാർഗമാണ്. പക്ഷേ ഷെയ്ബ ഉൾപ്പെടെ സൗദിയുടെ പ്രധാന എണ്ണപ്പാടങ്ങൾ നിൽക്കുന്നത് ഗൾഫ് തീരത്തിന്റെ മേഖലയിലാണ്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിലെ ഷിപ്പിംഗ് തടസ്സങ്ങൾ തുടർന്നാൽ ഗ്ലോബൽ ഓയിൽ മാർക്കറ്റുകൾക്ക് ദുരന്തകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അരാംകോ CEO അമീൻ നാസർ പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലെ നീർനിരയിൽ ഓയിൽ ടാങ്കറുകളുടെ ഗതാഗതം തടസ്സപ്പെട്ടിട്ട് ദിവസങ്ങളായി. ലോകത്തിലേക്ക് വേണ്ട 20% ഓയിലും 30% വരെ പ്രകൃതിവാതകവും ഇതുവഴിയായിരുന്നു കടന്നുപോയിരുന്നത്. ഇന്നു മുതൽ നിരവധി കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിട്ടുമുണ്ട്. യുദ്ധം നീണ്ടാൽ ഓയിൽ ഉൽപാദനം, ഷിപ്പിംഗ്, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകൾ തകരുമെന്നും അരാംകോ മുന്നറിയിപ്പ് നൽകി. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഓയിൽ വിലകൾ 12% മുതൽ 13% വരെയാണ് ഉയർന്നത്. ബ്രന്റ് ക്രൂഡ് $81 നിന്നും $119 വരെ എത്തിയ ശേഷം ഇപ്പോൾ 90 താഴെയാണ്. പ്രകൃതിവാതക വിലകൾ യൂറോപ്പിലും ഏഷ്യയിലും കുതിച്ചുയർന്നു. ഹോർമുസിലൂടെ ടാങ്കറുകൾ കടന്നു പോകുന്നത് പൂർണ്ണമായും നിലച്ചതാണ് നിലവിലെ സ്ഥിതി. ഇത് ദിവസേന 10 മുതൽ 20 മില്യൺ ബാരൽ ഓയിൽ വിതരണമാണ് തടസ്സപ്പെടുത്തുന്നത്. ഇത് പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും കറൻസികൾക്ക് പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. തടസ്സം തുടർന്നാൽ ഓയിൽ വിലകൾ 100 കടന്ന് വീണ്ടും 120 വരെ എത്താം. യുദ്ധം 1 മാസത്തിലധികം നീണ്ടാൽ പെട്രോൾ, ഡീസൽ ക്ഷാമം, വിലയേറ്റം, പണപ്പെരുപ്പം, സാമ്പത്തിക മാന്ദ്യം എന്നിവയുണ്ടാകും. മിഡിൽ ഈസ്റ്റിലെ ഓയിൽ ഫീൽഡുകൾക്കും റിഫൈനറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചാൽ ഇത് വീണ്ടെടുക്കാൻ മാസങ്ങൾ വേണ്ടിവരുമെന്നും അരാംകോ മുന്നറിയിപ്പ് നൽകുന്നു. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.